CPO ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്യുകയായിരുന്നു തിരുവനന്തപുരത്ത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്.
കടുപ്പിച്ചിരിക്കുകയാണ് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ. രക്തം കൊണ്ട് പ്ലക്കാർഡ് എഴുതിയുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട്. വിഷ്ണു, പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? നീണ്ട രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായ വലിയൊരു പ്രതിഷേധമാണ് റാങ്ക് ഹോൾഡേഴ്സിന്റെ തന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രതിഷേധത്തിൽ, അതായത് ഇവർ പല ദിവസങ്ങളിലായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് 292 സീറ്റുകൾ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. അതിന് ഇനിയും കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാനായിരുന്നിട്ട് ജോലി നൽകുന്നില്ല എന്നുള്ളതാണ് ഇവർക്ക് പറയുന്നത്. ഇപ്പോൾ വ്യക്തം കൊണ്ട് ഇവർ പ്രതിഷേധിച്ചുകൊണ്ട് പ്ലക്കാർഡുകൾ ഇടുകയാണ്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ കറുപ്പ് ദിവസമാണ് നിരവധി പേർ പ്രതിഷേധിക്കുന്നുണ്ട്. ഈ പ്രതിഷേധം ഇതിപ്പോൾ 2 ആഴ്ചത്തോളമായി. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ? എല്ലാവരും കറുപ്പ് വസ്ത്രം ധരിച്ചതിന്റെ ഒരു പ്രതീകം. എല്ലാവർക്കും നമ്മളൊരു കരിദിനം എന്ന രീതിയിലല്ല, അല്ലെങ്കിൽ പ്രതിഷേധം എന്ന നിലയിലല്ല, എല്ലാവരുടെയും ഒരു യൂണിറ്റി. ഈ നിമിഷമെങ്കിലും ആരെങ്കിലും ഒരു പിന്തുണയായിട്ട് ഇല്ല, ഞങ്ങൾ ആരുടെയും പിന്തുണയില്ല. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ റാങ്ക് ലിസ്റ്റിലെ കുട്ടികൾ മാത്രമാണ്. ഞങ്ങൾ ചെലവിനാണെങ്കിലും എല്ലാത്തിനും ഞങ്ങൾ തന്നെയാണ് കാശെടുക്കുന്നത്, എല്ലാം നോക്കുന്നത്. അല്ല പുറത്തുനിന്ന് ഒരു സംഘടനയുടെ ഒന്നിന്റെ ഒരു പിൻബലം ഞങ്ങൾക്കില്ല. ഇനി എത്ര ദിവസമാണ് ശരിക്കും വർക്കിംഗ് ഡേയ്സ്? 3 ദിവസം മാത്രമേ ഉള്ളൂ. ദിവസം മാത്രം. ഇവരുടെ പ്രതിഷേധം വളരെ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഇനി 3 ദിവസം മാത്രമാണ് ഇതിൽ വർക്കിംഗ് ഡേ ആയിട്ടുള്ളത്. അതായത് പ്രവൃത്തി ദിവസം 3 ദിവസമാണ്. ഇനി 19-ാം തീയതി ഇവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. ഇതിന് 900-ലധികം പേർക്ക് 967 പേർക്ക് റാങ്ക് ലിസ്റ്റിലുണ്ടായിട്ടും 292 പേര് മാത്രമാണ് ഇതുവരെ നിയമിച്ചതെന്നാണ് ഇവർ പറയുന്നത്. കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാത്തതാണ് ഇവർക്ക് തിരിച്ചടിയായിട്ടുള്ളത്. ഇനി 3 പ്രവൃത്തി ദിവസം ഉൾപ്പെടെയുള്ള ദിവസങ്ങൾ മാത്രമാണ്, 19-ാം തീയതി വരെ മാത്രമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉള്ളത്. അത്രയും കാലം ഇവർ പ്രതിഷേധിച്ചുകൊണ്ടിരുന്ന പോലും ഏതെങ്കിലും ഒരു സഹായം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമായിക്കൊണ്ടിരിക്കുകയാണ്. അവസാന നിമിഷം 11 മാസത്തോളം കാത്തിരുന്നിട്ടും ഒരു ജോലി എന്നുള്ള പ്രതീക്ഷ ഇവർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും അവസാന ഘട്ടത്തിന്റെ പ്രതിഷേധം തന്നെയാണ് ഈ കാണുന്നത്. ആതിര. വിഷ്ണു, റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. വ്യത്യസ്തമായിട്ടുള്ള സമര ആയിട്ടാണ് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ മുന്നോട്ടു പോകുന്നത്. ഇന്നലെ മൈമടക്കം അവതരിപ്പിച്ചു. അതുപോലെ തന്നെ ഇന്ന് രക്തം കൊണ്ട് പ്ലക്കാർഡ് എഴുതിയുള്ള ഒരു പ്രതിഷേധമാണ്. കല്ലുപ്പിൽ ഒറ്റക്കാലിൽ നിന്നടക്കമുള്ള പ്രതിഷേധം അടക്കം അവർ സംഘടിപ്പിച്ചു. എന്നിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനവും ഒരു മറുപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ പാർട്ടിയെ സംഘടനകൾ ആരുമില്ല. ഒരു തരത്തിലുള്ള പിന്തുണ ലഭിച്ചിട്ടില്ല. ഒറ്റയ്ക്ക് പ്രവേശിക്കാനുള്ളത് അങ്ങനെ കുറച്ചു പേർക്ക് മാത്രമാണ്, 1000 താഴെ മാത്രമാണ് റാങ്കിങ്ങിലുള്ളത്. ആ 1000 താഴെയുള്ളവർക്ക് പൂർണ്ണമായും ജോലി നൽകാനുള്ള ആവശ്യമുണ്ട്. എന്നാൽ അതിൽ പകുതി പേർക്കെങ്കിലും ജോലി നൽകുക എന്നുള്ളത് അവസാന ആവശ്യമാണ് അവർക്ക്. എല്ലാവർക്കും നൽകാൻ സാധിക്കുന്നതിൽ പോലും റാങ്ക് ലിസ്റ്റിൽ, അതായത് കട്ട് ഓഫ് വരെ വലുതാണ്. 17 കട്ട് ഓഫ് വളരെ കൂടുതലാണ്. 2 ഘട്ട പരീക്ഷയാണ്. അതിലേക്ക് ഫിസിക്കലടക്കം കഴിഞ്ഞിട്ടാണ് ഇവർ ഈ ജോലി റാങ്ക് ലിസ്റ്റിലേക്ക് വന്നത്. ആ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് പോലും 292 പേർക്ക് മാത്രമാണ് ജോലി നൽകുക. അതിന് ശേഷം ഇതിൽ 900-ലധികം പേർക്ക് വേക്കൻസി ഉണ്ട്, എന്നാൽ പോലും നൽകുന്നില്ല എന്നാണ് ഇവരുടെ പരാതി. ഏതെങ്കിലും തരത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണം, റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീക്കണം. അതിനൊപ്പം തന്നെ പകുതി പേർക്കെങ്കിലും ജോലി നൽകണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഇവരുന്നത്. ശരി, സമരം കടുപ്പിച്ചിരിക്കുകയാണ് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ. രക്തം കൊണ്ട് പ്ലക്കാർഡ് എഴുതിയുള്ള പ്രതിഷേധമാണ് ഉദ്യോഗാർത്ഥികൾ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിഷുദിനത്തിലടക്കം കടുത്ത പ്രതിഷേധത്തിലേക്കാണ് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ നീങ്ങുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരൻ.